എന്റെ ബെഡ് അപ്പുറത്ത് തന്നെ അല്ലടാ. അവിടെ നാസർ കയറി, അത് കുഴപ്പമില്ല. ഇനി ഇവിടെ കിടന്നോ. അല്ല, 34 വർഷത്തെ പ്രവാസി ജീവിതം കഴിഞ്ഞിട്ട് ഇനി റിട്ടയർമെന്റ് ലൈഫൊന്നും പറഞ്ഞു പോയ ആളാണ്. അധ്വാനിച്ചുണ്ടാക്കിയ വീട്ടിലെ ബെഡ്റൂം ശരിയല്ല. നമുക്ക് ഇവിടെ കിടന്നാല് ഉറക്കം വരും. അല്ല, എന്തോ നാട്ടിലെ പുതിയ വിശേഷം? എല്ലാം പഴയ പോലെ തന്നെ. പിന്നെ ആ ഒരു വ്യത്യാസം, പണ്ടൊക്കെ തിരിച്ചു വരുമ്പോ മക്കളുടെ കണ്ണൊക്കെ എനിക്ക് വരുന്നുണ്ട്. എല്ലാവരും റൂമിൽ സ്പെഷ്യൽ ഫുഡ് ഒരു ചാവിച്ചാല. നാട്ടിലെ പാക്കറ്റ് പോലെ ഒന്നും നമുക്ക് പറ്റില്ല കേട്ടോ. നമുക്ക് ഈ കറക്ക് തന്നെ വേണം. അല്ല, ഇട്ടെന്ത് പറയണോ? അസുഖക്കാരിയാ. ആളുടെ അടുത്തിരുന്ന് ഒന്ന് കാല് തിരുമ്മി കൊടുക്കാനോ കുറച്ച് ചോറ് വാരി കൊടുക്കാനോ പറ്റില്ല. എന്തിന് ഒരുമിച്ചിരുന്ന് ഒന്ന് പത്രം വായിക്കാൻ കൂടി സംഭവിക്കില്ല. ആര്? മരുമക്കള്. വീട്ടില് കൊച്ചുപിള്ളേരൊക്കെ ഉള്ളതാ, ഒരു മര്യാദയൊക്കെ വേണമെന്ന്. ഒരുമിച്ചൊന്നും നിന്നിട്ടില്ല ഞങ്ങള്. അത് വിട്, എനിക്കൊന്ന് 2 സാധനം വാങ്ങിക്കണം. അതിനെന്താ വാങ്ങിക്കാം. അല്ല, അപ്പൊ ഇതൊക്കെ കേട്ടപ്പോ ചേട്ടന് മക്കളൊന്നും പറഞ്ഞില്ലേ? പറഞ്ഞു. ഞാൻ എപ്പോഴും വീട്ടിലുള്ളോണ്ട് ഓരുടെ ഭാര്യമാർക്ക് പ്രൈവസി കിട്ടണില്ല എന്ന്. അതുകൂടി കേട്ടപ്പോ മനസ്സും എടുത്തടോ. പിന്നെ വേഗം വിസിറ്റ് എടുത്തു. അല്ല, അപ്പൊ ഇത്താക്ക് വിഷമമില്ലേ? ഇതൊക്കെ കേട്ടപ്പോ അവളാ പറഞ്ഞത്, ഇങ്ങനെ നിന്ന് ഉരുകണ്ട, വേഗം പോയിക്കോളീന്ന്. എനിക്ക് അവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോടാ. അല്ല, അപ്പൊ ഇത്ത വീണ്ടും ഒറ്റയ്ക്ക്. ഓൾക്കവിടെ അടുക്കളപ്പണിയെങ്കിലും ഉണ്ടല്ലോടാ. മൻസൂറെ, ഒന്നുകിൽ ഇവിടെ സെറ്റിൽ ആവണം, അല്ലെങ്കിൽ ആയ കാലത്ത് നിർത്തിപ്പോണം. അല്ലെങ്കിലേ നമ്മളെ ആർക്കും വേണ്ടാതെ ആവട്ടോ. നീ ഒരു സിഗരറ്റ് തന്നെ. അല്ല, ഇക്കതിനും വലിക്കൂലല്ലോ. ഇതുപോലെ ഒരുപാട് ഇഷ്ടങ്ങൾ കുടുംബത്തിന് വേണ്ടി വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. ഇപ്പൊ അതൊക്കെ നോക്കിയിട്ട് എന്തിനാ?